ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് അടിപൊളി പാൽക്കപ്പ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കപ്പയും മീൻകറി നല്ലൊരു കോമ്പിനേഷനാണല്ലേ. അത് കഴിക്കാത്ത ആൾക്കാരും വളരെ കുറവായിരിക്കും. നമുക്ക് ഇത് വെറും കപ്പയല്ല, അടിപൊളി പാൽക്കപ്പ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല മുളകിട്ട അയിലക്കറിയും. നമുക്ക് എങ്ങനെ പാൽക്കപ്പ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനുവേണ്ടി അത്യാവശ്യം വലുപ്പമുള്ളൊരു കപ്പ വാങ്ങി നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു 3-4 പീസായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു കുക്കറിലോട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പയാണ് ഉപയോഗിച്ചത്. അത് കാരണം ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എത്ര കപ്പയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം കൂട്ടി നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളവും ചേർത്ത് ഞാൻ ഒരൊറ്റ വിസിൽ അടുപ്പിച്ചു കേട്ടോ. ഒരുപാട് വേവില്ലാത്ത കപ്പയത് കാരണം ഒരു വിസിൽ തന്നെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. നമുക്കിനി മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മുടെ ഇഞ്ചി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി പേസ്റ്റൊന്നും ആക്കിയില്ല, കുനുകുനാന്ന് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. പക്ഷെ നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലോട്ട് മെയിനായി വേണ്ടത് കുഞ്ഞുള്ളിയാണേ. അത് ഞാനൊരു 10-15 അല്ലിയോളം എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തി നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്, കേൾക്കുമ്പോൾ എന്തോ ആണ് വിചാരിക്കും, പക്ഷെ സിമ്പിളാണ്. അതിനേക്കാൾ അപ്പുറം നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഉള്ളിയൊന്ന് മൂത്തി വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച് നമ്മുടെ കപ്പ കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പ നമ്മൾ വേവിക്കുമ്പോൾ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ വേവിക്കാൻ പോകുന്നത് മെയിനായിട്ട് തേങ്ങാപ്പാലിലാണേ. അത് കാരണം കപ്പ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇനി ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലോണം ഉടച്ചെടുക്കാൻ പോകുന്നുണ്ട്. കപ്പ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ 2ാം പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ 2ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലിൽ ഈ തേങ്ങാപ്പാലിൽ നമ്മൾ ഈ കപ്പ മൊത്തം നമ്മൾ ഉടച്ചെടുക്കുക കേട്ടോ. കറിവേപ്പിലയും കടുകും പച്ചമുളകും ഉള്ളി എല്ലാം കപ്പയ്ക്കകത്ത് കയറുന്ന രീതിയിൽ നല്ലോണം നമുക്ക് ഉടച്ചു കൊടുക്കാം. എല്ലാം ഉടച്ച് കഴിയുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് തിളപ്പിക്കരുത്. 1ാം പാല് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഞാനൊന്ന് അടച്ച് വെച്ചു കേട്ടോ. അങ്ങനെ വെള്ളമെല്ലാം വറ്റി കിട്ടി. അടിപൊളി നമ്മുടെ പാൽക്കപ്പ റെഡി ആയിൻ്റെ. പാൽക്കപ്പ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ, ലൂസിലാണ് ഉണ്ടാവുക. ഒരുപാട് നമ്മുടെ നോർമൽ കപ്പ പോലെ ഡ്രൈ ആക്കാൻ പാടില്ല. ഈ ഒരു ലൂസിൽ നമുക്ക് വേണം കേട്ടോ. അപ്പം മാത്രമേ നമുക്ക് ആ ഒരു മീൻകറിയൊക്കെ കൂട്ടിക്കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഫീൽ ആവുള്ളൂ. ഇനി നമുക്കിനി കടുക് കൂടെ പൊട്ടിക്കണേ. അതിന് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തത്. വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് കപ്പയ്ക്കൊപ്പം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പാൽക്കപ്പ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവമെന്ന് വിചാരിക്കേണ്ട. സിമ്പിളാണ്, സിമ്പിൾ പണിയാണ്. പക്ഷെ നോർമൽ കപ്പയേക്കാൾ അപ്പുറത്തുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ ഈ കപ്പയൊക്കെ ഉടച്ചെടുക്കുന്ന സമയത്ത്. ഇതിൻ്റെ കൂടെ മീൻകറി, മത്തിക്കറി ആണെങ്കിലും അയിലക്കറി ആണെങ്കിലും ഏത് മീൻകറി ആണെങ്കിലും നല്ല സെറ്റായിരിക്കും കേട്ടോ. അത് കൂടുതൽ തേങ്ങ കൂട്ടിയിട്ടുള്ള മീൻകറിയേക്കാൾ കൂടുതൽ മുളകിട്ട മീൻകറിയൊക്കെയാണെങ്കിൽ കൂടുതലായിട്ട് ഇതിന് നന്നായിരിക്കുക കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ പാൽക്കപ്പ തയ്യാറാക്കിയപ്പോൾ കൂടെ മുളകിട്ട അയിലക്കറി കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നുണ്ട് അല്ലേ? ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൂടെ പോണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.